ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന യമഹ RX100ൻ്റെ പാർട്സാണ്. നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇതിൽ ആവശ്യമില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന തുരുമ്പൊന്നുമില്ലാത്ത പാർട്സ് ഇങ്ങനെ മാറ്റി വെക്കുകയെന്ന്. ഇതിന് മുൻപേ നമ്മൾ ചേസിൻ്റെയും സിങ്ങാമ്പിൻ്റെയും അതേപോലെ എല്ലാ പാർട്സിൻ്റെയും ഗ്യാസ് വെൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് വെൽഡ് വർക്കിന് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ സാൻഡ് ബ്ലാസ്റ്റിങ്ങിനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും കൊടുത്തുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹീറോ ഹോണ്ട SS-ൻ്റെ സൈഡ് സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മൾ കൂടുതലും RX100 റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ഹീറോ ഹോണ്ട SS-ൻ്റെ സൈഡ് സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ RX100 ഇപ്പം ഫ്രണ്ട് ഷോക്കെല്ലാം ഹൈറ്റ് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് ഇന്നർ ട്യൂബ് യൂസ് ചെയ്യുന്നത് യമഹ എൻഡേസറിൻ്റെ ആണ്. അപ്പോൾ എൻഡേസറിൻ്റെ ഇന്നർ ട്യൂബ് RX100ൻ്റെ ഇന്നർ ട്യൂബിനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വണ്ടി കംപ്ലീറ്റ് റീസെറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം കുറച്ച് പൊങ്ങി ബാക്ക് കുറച്ച് താണ് ആ വണ്ടി വെച്ച് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു RX100ൻ്റെ ഒറിജിനൽ സൈഡ് സ്റ്റാൻഡ് എടുത്തിട്ട് ഫിറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചെരിവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് സ്റ്റാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഊരുന്നതിന് മുൻപേ തന്നെ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് ആ ഗ്യാസ് വെൽഡിൽ കറക്റ്റ് ചൂടാക്കി ഈ കാണുന്ന ഒരു ഷേപ്പിലേക്കെല്ലാം നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ചെരിവ് കിട്ടുന്ന രീതിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലേക്ക് മാറ്റി വെക്കുന്നത്. അടുത്ത നമ്മളെ ബ്രേക്ക് പെഡൽ. അപ്പോൾ ബ്രേക്ക് പെഡൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് 5 സ്പീഡിൻ്റെതാണ്. നിങ്ങൾ പല വണ്ടിയിലും ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ ചവിട്ടുന്ന ഭാഗം എൻജിൻ്റെ സ്മോൾ കവറുമായിട്ട് നല്ല അരുവത്താണ്ടാവില്ല, ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് പെയിൻറ്റും കാര്യമെല്ലാം ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് മാത്രമേ എടുക്കൂലോ വണ്ടി. അപ്പോൾ നമ്മളിത് ഒരു സുഹൃത്തുക്കൾക്കോ മറ്റായിരിക്കും കൈമാറുന്നുണ്ടെങ്കിൽ അവർ ഷൂ ചെരുപ്പെല്ലാം യൂസ് ചെയ്തിട്ട് ചവിട്ടുന്നുണ്ടെങ്കിൽ ഇത് എൻജിൻ്റെ സ്മോൾ കവറിങ്ങനെ ടച്ച് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അറിയാണ്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും കലയോ സ്ക്രാച്ചോ എന്തെങ്കിലും വരും. നല്ല പെയിൻ്റെല്ലാം ആകുമ്പോൾ നമുക്ക് നല്ല സങ്കടമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ 5 സ്പീഡിൻ്റെ ബ്രേക്ക് പെഡൽ എടുത്തിട്ട് വളരെ ചെറുങ്ങനെ പുറത്തേക്കൊന്ന് അകത്തുന്നുണ്ട് സംഭവം ഗ്യാസ് വെൽഡിൽ ചൂടാക്കിയിട്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ഗ്യാപ്പ് എന്ത് തന്നെയായാലും വരും. പിന്നെ 5 സ്പീഡിൻ്റെ തന്നെ ഫൂട്ടസ്റ്റ് റോഡുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മളെ ഫൂട്ടസ്റ്റ് റോഡ് RX100ൻ്റെ അല്ല, 5 സ്പീഡിൻ്റെ ആണ്. നമ്മൾ RX100 റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതലും വാങ്ങിക്കുന്ന ഒരു ഫൂട്ടസ്റ്റ് റോഡാണ് 5 സ്പീഡിൻ്റെത്. അപ്പോൾ ഈ ഒരു പീസ് കാണുന്നത് നമ്മൾ വെൽഡ് ചെയ്തെടുത്തതാണ്, പുതിയത് വാങ്ങിക്കുമ്പം ഉണ്ടാവില്ല. അത് ചെയ്യുന്നത് ഈ കാണുന്ന റബ്ബർ നമ്മൾ ഇതിലേക്ക് തള്ളി കയറ്റി കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് സെറ്റായി നിൽക്കാൻ പറ്റാണ്. അതില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഈ ഫൂട്ടസ്റ്റ് റോഡൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ച് ഡയറക്റ്റ് ഫിറ്റാക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. കാരണം നമ്മൾ പുതിയ ഫൂട്ടസ്റ്റ് റോഡ് വാങ്ങിച്ചിട്ട് ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എൻജിൻ്റെ ഏറ്റവും അടിയിലെ ഹോളിലെ ഇതിൻ്റെ വോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു നട്ട് ഉണ്ട് നമ്മൾ ഫൂട്ടസ്റ്റ് റോഡിന് തന്നെ. ആ നട്ട് നമുക്കിത് വോൾട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അളവെല്ലാം ചിലപ്പം വ്യത്യാസമായിരിക്കും. നമ്മളെങ്ങനെ ഇടാൻ നോക്കിക്കഴിഞ്ഞാലും ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനുമല്ല, ചിലതിനെല്ലാം വരുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ആ നട്ട് കട്ട് ചെയ്തിട്ട് പുതിയൊരു നട്ടെല്ലാം കറക്റ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കും. ഈ ഫൂട്ടസ്റ്റ് റബ്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കാണ്ടിരിക്കേണ്ട ആ ഒരു സംഭവം ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോൾ ഒന്ന് ഫിറ്റാക്കി നോക്കണം. ഇല്ലാണ്ട് പെയിൻറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കത്തിച്ചിട്ട് ഗ്യാസ് വെൽഡിനെ കൊണ്ടുവരാൻ കളിക്കും വേണം. അത്രപോലെ സമയം നമുക്ക് പോയി കിട്ടും. RX100ൻ്റെ റിയർ ഷോക്കാണിത്. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന കപ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്, ബാക്കി ഭാഗം കളയോന്നിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇപ്പം ഇത് RX100ൻ്റെ ഷോക്കാണോ. ഞാൻ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് RX100ൻ്റെ ഷോക്ക് തന്നെയാണ്. നമ്മൾ ഈ കപ്പ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ചില സ്പ്രിങ്ങും നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടീൻ്റെ ഫ്യൂൾ ടാങ്കിനും സെറ്റ് പാനലിലുള്ള കളറാണ് ആ സ്പ്രിങ്ങിന് ആഡ് ചെയ്യുന്നത്.
പിന്നെ ഇത് യമഹ YBXൻ്റെ ഫുഡ് റെസ്റ്റ് റബ്ബറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടത്തത് നമുക്ക് കൈ കൊണ്ടൊന്ന് തട്ടിയിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ അതിൽ സെറ്റായി നിൽക്കും. പക്ഷേ റിയർ ഡയറക്റ്റ് ഫിറ്റ് ആവില്ല. നമുക്ക് ചെറിയൊരു ഗ്യാസ് വെൽഡ് വർക്ക് ഇതിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 5 സ്പീഡിൻ്റെ എൽ ബ്രാക്കറ്റാണ്. നമ്മൾ RX100 കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്ന 5 സ്പീഡിൻ്റെ എൽ ബ്രാക്കറ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ബാക്കത്തെ ഫുഡ് റെസ്റ്റ് റബ്ബർ ഫിറ്റ് ആക്കണമെങ്കിൽ ഇതാ ഈ കാണുന്ന ചെറിയ വർക്ക് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പുതിയ എൽ ബ്രാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതാ ഈ ഒരു ഭാഗം പിന്നെ ചെറിയൊരു ഒടിവാണ് ഉണ്ടായത്. അത് പിന്നെ നമ്മൾ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിനുണ്ടാവുന്നുണ്ട് പുതിയതിന്. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് വെൽഡിൽ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതാ ഈ ഒരു ചേസിലേക്ക് ഫിറ്റാക്കുന്ന ഹോള് നമ്മൾ വോൾട്ട് ഇടുന്ന സമയത്ത് ആ വോൾട്ട് അതിലേക്ക് കറക്റ്റ് കയറാത്ത അവസ്ഥ, ഹോള് കിട്ടുന്നില്ല, കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ ചെറിയൊരു ഒടിവ്, ഇതെല്ലാം നമ്മൾ ഇതിൽ ചെയ്യേണ്ടതാണ് എന്ത് തന്നെയായാലും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്യുമ്പം പിന്നെ ഈ ഫുഡ് റെസ്റ്റിൻ്റെ റോഡ് അതേപോലെ ഈ എൽ ബ്രാക്കറ്റ് ഇതെല്ലാം നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് പെയിന്റ് അടിച്ചിട്ട് ആ ഫിറ്റാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ തട്ടലോ മുട്ടലോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ പെയിന്റിങ്ങിന് പ്രോബ്ലം വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. പുതിയത് എടുക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പഴയ വണ്ടിക്ക് നിന്നെല്ലാം ഊരിയിട്ട് ഇതേപോലെ 5 സ്പീഡിൻ്റെ എടുത്തിട്ട് നല്ല തുരുമ്പൊന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. തുരുമ്പും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എൽ ബ്രാക്കറ്റെല്ലാം എല്ലാ വണ്ടിക്കും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യലുണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യണമെങ്കിൽ അതിന് തുരുമ്പോ എന്തെങ്കിലും ഡാമേജോ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കും, ലൈഫും കിട്ടൂല. അപ്പോൾ ലൈഫും അത്യാവശ്യം നല്ല വൃത്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയത് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുന്നത്. പിന്നെ ചേസിലെല്ലാം നമ്മൾ മറക്കാണ്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കംപ്ലീറ്റ് ഹോളിലും വോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് ത്രെഡെല്ലാം ഓക്കെ ആണോ നോക്കണം. എല്ലാം കുറേ പിന്നെ ഇതുണ്ടല്ലോ നട്ടും ബോൾട്ട് ഇടേണ്ട ഹോളും കാര്യമല്ലോ. അപ്പോൾ അതിലെല്ലാം ത്രെഡ് ഓക്കെ ആണോ നോക്കണം. അതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു നട്ട് വെച്ചിട്ട് ക്ലിയർ ചെയ്യണം. അതുകൂടാണ്ട് പിന്നെ നിങ്ങൾ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ആക്സിലിടുന്ന ആ ഒരു ഹോളെല്ലാം എന്ത് തന്നെയായാലും ലൂസായിട്ടുണ്ടാവും. നമ്മൾ ആക്സിലിടുമ്പോൾ തന്നെ ആക്സിൽ അങ്ങനെ പോകും ഉള്ളിലേക്ക് ലൂസായിട്ട്. അപ്പോൾ അത് ബ്രേക്ക് പെഡൽ അങ്ങനെ നമ്മളൊന്ന് ചെയ്യാണ്ട് ഫിറ്റാക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് പെഡെല്ലാം ഫിറ്റായി കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ ഇങ്ങനെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് അനങ്ങി കൊണ്ടുപോകും, ഒരു ലെവൽ കിട്ടൂല. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ അത് കൂടാണ്ട് പിന്നെ ഇതിൻ്റെ ചേസിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും പൊട്ടലും പിടിക്കലും എല്ലാം ഫുള്ള് നോക്കാം. കത്തിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് കൊടുത്തു വിടുമ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ബാലൻസ് വെച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സാൻഡ് ബ്ലാസ്റ്റിൻ്റെ സ്ഥലത്തുനിന്ന് അത് പ്രൈമർ അടിച്ചിട്ടാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ വീണ്ടും അത് ആ ഒരു നട്ട് വെച്ച് വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും കയ്യിൽ കിട്ടിയിട്ട് അവിടെ കത്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാലും ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറക്കാണ്ട് ചെയ്യണം. അത് കൂടാണ്ട് പിന്നെ നമ്മളെ സെൻട്രൽ സ്റ്റാൻഡ് ഈ ഒരു ടൈം തന്നെ വണ്ടിക്ക് നമ്മൾ എന്ത് തന്നെയാലും ഹൈറ്റ് കൂട്ടുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ ആ സമയത്ത് തന്നെ അതിനാവശ്യമില്ല ഹൈറ്റ് പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ കൂട്ടണം. പിന്നെ ഈ സെൻട്രൽ സ്റ്റാൻഡ് പല വണ്ടിക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ചില പിന്നെ സിംഗാമ്പനെല്ലാം വളരെ ചെറിയ എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ STൻ്റെ എല്ലാം ടയറാണെങ്കിൽ ഈ സെൻട്രൽ സ്റ്റാൻഡും ടയറും തമ്മിൽ അത്രയും ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ചില വണ്ടിക്കെല്ലാം ഈ ഒരയുന്ന ഒരു പ്രശ്നം വരലുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വരലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ സെൻട്രൽ സ്റ്റാൻഡെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ ഫിറ്റാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഫിറ്റാക്കുന്ന സമയത്തായിരിക്കും ഇതിനെന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ടയറിന് ഒരയുന്ന പ്രോബ്ലം എന്തെങ്കിലും കാണിക്കൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ സെൻട്രൽ സ്റ്റാൻഡിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കുറച്ച് വളരെ ചെറുങ്ങനെ നമ്മൾ പുറത്തേക്ക് അകത്തിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, നമ്മളെല്ലാ വണ്ടിക്കും ചെയ്യുന്നതാണ്. പിന്നെ സ്വിംഗാമിൻ്റെ ബാക്കിൽ നമ്മൾ റിയർ ഷോക്ക് ഫിറ്റാക്കുന്ന അടുത്ത 2 ത്രെഡ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ചെയിൻ കവർ ഫിറ്റാക്കുന്ന അടുത്ത 2 നട്ട് അതിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ത്രെഡ് ഓക്കെ ആണോ നോക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്വിംഗാം ബുഷ് പിന്നെ നല്ല പഴക്കമുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ പുതിയത് വാങ്ങിച്ചിട്ട് അതിൽ ചെയ്യാം. ഇപ്പോൾ നമ്മളെ 2024 വന്ന പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സ്വിംഗാം ബുഷ്, കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇടാൻ പറ്റുന്നില്ല, അതിലേക്ക് കയറുന്നില്ല, ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾഡ് സ്റ്റോക്ക് പിന്നെ എവിടുന്നെങ്കിലും തപ്പിയെടുത്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാനുണ്ട് വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ.
അപ്പോൾ എന്താ പറയല്, നമ്മൾ അടുത്ത നെക്സ്റ്റ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലെ സാധനങ്ങൾ കംപ്ലീറ്റ് എന്താ പറയേണ്ടത്, ഇതിൽ കാണുന്ന പോലെ ഇതിൽ തുരുമ്പുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയെല്ലാം നിങ്ങൾ കണ്ടില്ലേ, തുരുമ്പുണ്ടെങ്കിൽ പരമാവധി അത് മാറ്റി വെച്ചിട്ട് പുതിയ ഹെഡ്ലൈറ്റ് സ്റ്റേ എടുക്കുക. അതേപോലെ ബാക്ക് മഡ് ഗാർഡെല്ലാം ഉൾവശമെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ദ്രവിച്ച പോലെ ആയിട്ടുണ്ടാകും തുരുമ്പ്. അങ്ങനത്തെ സാധനമെല്ലാം പരമാവധി നിങ്ങൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് പിന്നെ ഇതേപോലത്തെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഗ്യാരണ്ടി നമ്മളോട് പറയാൻ പറ്റില്ല ലൈഫും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ചില സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൊടുത്തു വിടാം, അതിന് അവർ പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് നമ്മൾ പുതിയത് പിന്നെ വാങ്ങിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗിയും ലൈഫും കിട്ടുന്നത്. സൈലൻസറെല്ലാം ഈ എന്താ പറയൽ ഒരുപാട് ഒട്ടും അതേപോലെ പിന്നെ തുരുമ്പെല്ലാം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് സൈലൻസർ. അത് മാറ്റിയിട്ട് വേറെ പുതിയ സൈലൻസർ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം. സൈലൻസർ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്, അതേപോലെ 6 ഹോൾ ആയിരിക്കില്ല, 6 ഹോളും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 6 ഹോൾ സൈലൻസർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ക്വാളിറ്റി കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ നട്ടും ബോൾട്ടിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നട്ട് ബോൾട്ട് വാഷർ ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട് ബാക്ക് സ്പോക്സ് ഇതൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ പിന്നെ ഫ്രണ്ട് ക്രാഷ് കാർഡ്, ബാക്ക് കാരിയർ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഇനി തുരുമ്പ് വരുന്നെന്ന് ഒരു പേടി വേണ്ട. ഇപ്പം ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു ഭാഗം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക്, സംഭവം സൈലൻസർ ഉണ്ട്, അതേപോലെ ബ്രേക്ക് പെഡലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനമില്ല. കുറേ സാധനം സ്റ്റീലായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമാധാനമല്ലേ, ആ ഭാഗം തുരുമ്പ് വരില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ ഈ സ്റ്റീലിൻ്റെ സാധനം ബുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയാണ്. സ്റ്റീലിൻ്റെ സാധനങ്ങൾ നമ്മൾ ബുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നല്ല പൈസയാണ്. ക്രാഷ് കാർഡ് ആയി കഴിഞ്ഞാലും പിന്നെ അതേപോലെ ബാക്ക് കാരിയർ ആയി കഴിഞ്ഞാലും നട്ടും ബോൾട്ടും എല്ലാം ആയി കഴിഞ്ഞാലും. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്ത ആ ഒരു ഫിനിഷിങ്ങും കളറും അതിനൊരിക്കലും കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ കളർ നിങ്ങൾക്കറിയില്ല, ഒരു ഗോൾഡ് ഒരു ടച്ചായിരിക്കും. ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ കളർ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അത് പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, പിന്നെ ബാക്കി പൊളിഞ്ഞ പോലെ അങ്ങനത്തെ മിസ്റ്റേക്കൊന്നും വരില്ല, നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അത് പോളിഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നട്ട് ബോൾട്ട് വാഷർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അപ്പോൾ അതിൽ ഈ കാണുന്ന ചില നട്ട് ബോൾട്ട് വാഷർ നമ്മൾ വണ്ടിക്ക് തന്നെ എടുക്കേണ്ടത് വരും. നമ്മൾ കംപ്ലീറ്റ് നട്ട് ബോൾട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ചില നട്ട് ബോൾട്ട് പിന്നെ ഇതേപോലത്തെ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അത് നമ്മളിതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളും റെഡി ആയതിന് ശേഷം നിങ്ങൾ ഇത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് അയക്കണമല്ലോ. അപ്പോൾ കൊറിയർ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നല്ല കാർഡ്ബോർഡ് വെച്ചിട്ട് അത്രയും ഭദ്രമായിട്ട് വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ സൈലൻസറും മഡ് ഗാർഡ് ഇങ്ങനത്തെ സാധനമെല്ലാം ഈ കൊറിയർ പോകുന്ന സമയത്ത് എന്ത് തന്നെയാലും അവർ നല്ല പാക്കറ്റെല്ലാം കാണുന്ന സമയത്ത് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എറിയും. അപ്പോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ മഡ് ഗാർഡെല്ലാം ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പോയി. അങ്ങനെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. സാധനം അങ്ങോട്ട് അയച്ചിട്ടും അതേപോലെ തിരിച്ചു വരുന്ന സമയത്തെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാക്കിങ് നല്ല കിടിലൻ പാക്കിങ് ആക്കുക. അപ്പോൾ പിന്നെ നമ്മളിത് ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്യുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ സെൻറ്റ് മേരീസ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ സാൻഡ് ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വണ്ടി യമഹ RX100 ബൈക്ക് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യേണ്ട A to Z ജെന്യൂൻ സ്പെയറിൻ്റെ ഒരു വീഡിയോ, ജെന്യൂൻ സ്പെയറിൻ്റെ റേറ്റ് പറയുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ലെവലിൽ ഡിസ്ക് സെറ്റ് പിന്നെ ഗ്ലാഡിയേറ്ററിൻ്റെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് സെറ്റ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ലെവലിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിലവിൽ അത്ര റേറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ ട്യൂബ്, ഡിസ്ക് പ്ലേറ്റ് എല്ലാം കൂടിയിട്ട് അത് റീസെറ്റ് ചെയ്യുമ്പം അത്ര റേറ്റ് വരും. അതേപോലെ എഞ്ചിൻ പരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ സിലിണ്ടർ, ഒറിജിനൽ സിലിണ്ടർ G1, G2 അതേപോലെ Y സീരീസ് ഇതിനെല്ലാം അത്ര റേറ്റ് വരുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് ഒരു വണ്ടി റീസെറ്റ് ചെയ്യുമ്പം വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് ജെന്യൂൻ സ്പെയറിൻ്റെ റേറ്റ് പറയുന്ന ഒരു വീഡിയോ
കംപ്ലീറ്റ് ആയിട്ട് ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട്. എങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്പെയർ നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം വണ്ടിക്ക് എടുത്തിട്ട് ആ സമയത്ത് ഫിറ്റാക്കും. അപ്പോൾ നമുക്ക് ടൈമും കിട്ടില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. നിങ്ങളെ വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക്, വണ്ടീൻ്റെ വർക്ക് ഞാൻ പിന്നെ എന്താ പറയേണ്ട, ഒരു സൈഡായിട്ട് മാത്രം ചെയ്യുന്നതാണ്. എനിക്ക് ഒരു ഷോപ്പുണ്ട്, എനിക്ക് ഏട്ടന് ഒരു ഷോപ്പുണ്ട് സ്റ്റിക്കർ കട്ടിങ്ങിൻ്റെ. നമ്മൾ കുറേ കാലം ബോർഡ് എത്തും അതേപോലെ പിന്നെ ഇതെല്ലാമായിട്ട് നടന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വണ്ടിയോട് അത്രയും ഇഷ്ടം, ഇങ്ങനത്തെ വണ്ടിയോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഈ ഫീൽഡിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു. അപ്പോൾ കുറേ വർഷമായി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കല്ലോ, ഒരുപാട് ടൈം എടുത്തിട്ട് 6-7 മാസം ടൈം എടുത്തിട്ട് ഒരു വണ്ടി നമ്മൾ ഇറക്കും. അപ്പോൾ പിന്നെ ഇത് പഠിച്ചെടുത്തൊരു വർക്കായതുകൊണ്ട് കംപ്ലീറ്റ് നിർത്തണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വർക്ക് പിന്നെ വല്ലപ്പോഴും എടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന വണ്ടിയുണ്ട്, മുൻപേ കൊണ്ടുവന്ന വണ്ടി തന്നെ ഇതുവരെ തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് തന്നെയായാലും ദൂരത്തുനിന്നല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഈ മാസം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 19-20 ആളായിട്ടും എൻ്റെ വീട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അത് വരുന്നത് മൈസൂർ, ഊട്ടി, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടുന്നെല്ലാം വരുന്നത്. നമ്പർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരോട് പിന്നെ ദയവ് ചെയ്തതിന് നിങ്ങൾ പിന്നെ വർക്കിന് വേണ്ടിയിട്ട് വരണ്ട. എനിക്ക് അങ്ങനെ ഇതിനോട് താല്പര്യമില്ല. ഞാൻ വല്ലപ്പോഴും അത്രയും സമയം എടുത്തിട്ട് പിന്നെ ഈ പൊളിഞ്ഞ് മൂലക്കിട്ട 1 മുതൽ നമ്മളെ പിന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി മാത്രമേ എടുക്കല്ലൂ. ആ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഇത്രയും സമയം എടുത്തിട്ട് മാത്രം ചെയ്യുന്ന അത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. ഇല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് വർക്കിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർക്കിന് വേണ്ടിയിട്ട് ദൂരത്ത് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വരണ്ട മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും യൂട്യൂബ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇൻബോക്സിൽ നോക്കുന്നുണ്ടെങ്കിൽ അത്രയും മെസ്സേജാണ് വരുന്നത്. ഒരു 1.5 വർഷം 2 വർഷം മുൻപേല്ലാം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതേപോലെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആൾക്കാർക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ വിളിക്കുന്നത് കൂടുതലും. അപ്പോൾ ഓരോരോ ആൾക്കാരും പിന്നെ 10 മിനിറ്റ് 20 മിനിറ്റും അത്രയും സംസാരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ചിട്ട് വർക്കിന് വേണ്ടിയിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈം എടുത്തിട്ട് മാത്രം മാസങ്ങളെടുത്തിട്ട് ഒരു വണ്ടി ഇറക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുമില്ല. നമ്മൾ വാട്സപ്പിലെടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിരന്തരം ഇങ്ങനെ മെസ്സേജ് വരുന്നത്, കോള് വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനൊന്ന് റിപ്ലൈ കൊടുക്കാണ്ടായി സംഭവം. കോൾ ആയിക്കഴിഞ്ഞാലും വാട്സപ്പ് മെസ്സേജ് ആയിക്കഴിഞ്ഞാലും, കാരണം നമ്മൾ വ്യക്തമായിട്ടൊരു മറുപടി അവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പല ആൾക്കാർക്കും നമ്മളോട് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു അത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ എടുത്തിട്ട് ആദ്യം കൊടുക്കുക. എനിക്ക് തോന്നുന്നു അതിന് ശേഷമെല്ലാം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വേറെ സംസ്ഥാനത്ത് നിന്ന് കന്നഡയും ഹിന്ദിയും നമുക്കറിയില്ല, ഇങ്ങനെ കോൾ വരാൻ തുടങ്ങി. നമ്പർ കൊടുക്കാണ്ട് തന്നെ ഒരുപാട് കോൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ എല്ലാ കാര്യത്തിനും പിന്നെ കൊറിയർ ആയിക്കഴിഞ്ഞാലും സ്പെയർ ആയിക്കഴിഞ്ഞാലും എല്ലാ കാര്യത്തിനും ഈ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിലേക്ക് കോൾ വരുമ്പോൾ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഒറ്റൊരു ഫോണേ ഉണ്ടായിട്ടു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ ആ ഫോൺ നമ്പർ മാറ്റി പിന്നെ 4ാമത്തെ നമ്പറിലേക്ക് നമ്മളെത്തി. അപ്പോൾ ആ 4ാമത്തെ നമ്പർ ഇപ്പോഴും ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റണ്ട. അതിലെല്ലാവരും വിളിച്ചോട്ടു. അതിൽ കൊറിയറും കാര്യവും ബാക്കിയുള്ള സ്പെയറും എല്ലാം അതിൽ തന്നെയാണുള്ളത്. കൂടുതലും എനിക്ക് തോന്നുന്നു പിന്നെ ചില കോളിൽ നമുക്ക് എടുക്കേണ്ടി വരും. ചിലത് വാട്സപ്പ് മെസ്സേജാണ് കൂടുതലുണ്ടാവില്ല. അപ്പോൾ മെസ്സേജ് ഞാൻ നോക്കലുണ്ട്. മെസ്സേജ് നോക്കിയിട്ട് അതിൽ അത്രയും അർജൻ്റ് ആണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. അവർ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന രീതിയിൽ ഞാൻ തിരിച്ചു വിളിക്കലുണ്ട്. പിന്നെ ഒരു പുതിയ ഫോൺ നമ്പർ കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യമില്ല കുറച്ച് നമ്പർ മാത്രം ഇങ്ങനെ സേവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ചില സമയത്തെല്ലാം നമ്മളിത് നോക്കുന്ന സമയത്ത് ചിലതെല്ലാം നോക്കുന്ന സമയത്ത് മെസ്സേജ് നോക്കുന്ന സമയത്ത് അതിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മളോട് ഒരു ദേഷ്യം അതെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്ക് ആവാത്തതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകില്ല ഈ കാര്യങ്ങളെല്ലാം. എൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്നതും അതേപോലെ എഡിറ്റ് ചെയ്യുന്നതും റീസ്റ്റോറേഷനും എല്ലാം ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. ഈ യൂട്യൂബ് ചാനലിലെല്ലാം മുൻപെല്ലാം ഒരുപാട് ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് സമയം എടുത്തിട്ട്. പക്ഷേ ഇപ്പം തിരക്കും കാരണം ഒറ്റക്കായതുകൊണ്ട് ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല.
കൂടുതലും നമ്മൾ പിന്നെ ഷോർട്സാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ രാത്രിയെല്ലാം അത്രയും ടൈം ഇരുന്നിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പിന്നെ കളയണ്ട, നശിപ്പിച്ച് കളയണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം റീൽസെല്ലാം ഇട്ടിട്ടാണ് ഇപ്പം തട്ടിയും മുട്ടിയിട്ടും കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു 2 സ്ട്രോക്ക് ബൈക്ക് യമഹ RX100 ഞാൻ നേരത്തെ പറഞ്ഞു, പൊളിഞ്ഞ് മൂലൊക്കെ ഇട്ടിട്ട് എല്ലാ കാര്യവും വണ്ടീൻ്റെ എല്ലാ കാര്യവും നമ്മളെ ലെവലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മൾ കൂടുതലും റിസ്റ്റോറേഷൻ ചെയ്യാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി മാസങ്ങൾ സമയമെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ലൈഫ് വർക്ക് ജെന്യുइन ലെവലിൽ റോഡിൽ ഇറക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രാന്ത്, നല്ല വട്ടില്ലാണ്ട് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ് വണ്ടിയുണ്ട് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് പിന്നെ നമ്മളെ കയ്യിലും 2 സ്ട്രോക്ക് ബൈക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയെല്ലാം വീഡിയോകൾ നല്ല യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതേപോലത്തെ വീഡിയോകളും സമയമെടുത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.